വചനാഗ്നി വചനാഗ്നി ആത്മാവിൽ അഭിഷേക വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും അറിയട്ടെ വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും പടരട്ടെ വചനാഗ്നി ഈശോയിൽ ഏറെ സ്നേഹിക്കപ്പെടുന്ന എൻ്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ, നിങ്ങളെ ഏവരെയും യേശുനാമത്തിൽ ഈ വചന ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നാം ഇന്ന് ധ്യാനിക്കുന്ന വിഷയം മലാക്കിയുടെ പുസ്തകം 2-ാം അധ്യായം 15-ാം തിരുവചനമാണ്. വചനം ഇങ്ങനെ പറയുന്നു: ദൈവഭക്തരായ സന്തതികളെ അല്ലാതെ എന്താണ് ദൈവം ആഗ്രഹിക്കുന്നത്? മാതൃദിനം അടുത്തു വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. വചനം അനുഷ്ഠിക്കുന്ന വിശ്വാസത്തിൽ ആഴപ്പെട്ട ഒരമ്മ എങ്ങനെ ആയിരിക്കണം എന്ന് നാം ഒന്ന് ചിന്തിക്കാൻ പോവുകയാണ്. ഇതിൽ നമുക്ക് ഏറ്റവും ഉയർന്ന മാതൃകയായി നിലകൊള്ളുന്നത് പരിശുദ്ധ അമ്മ തന്നെയാണ്. ഈശോ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്നു വന്നു എന്നാണ് മാതാവ് ഈശോയെ വളർത്തിയ രീതിയെപ്പറ്റി പറഞ്ഞിരിക്കുന്നത്. ഒരനുഭവത്തിലേക്ക് കടക്കുകയാണ്. എൻ്റെ ഒരു സുഹൃത്തും വളരെ ഉയർന്ന നിലയിൽ ജോലി ചെയ്യുന്നവരുമായ ഒരു വനിതയുടെ കുടുംബത്തിലെ ഒരു കാര്യമാണ് നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവയ്ക്കുന്നത്. ഈ വനിത തൻ്റെ 2 പെൺമക്കളുമൊത്ത് ഒരു വിദേശ രാജ്യത്തേക്ക് ഏകദേശം 10 വർഷങ്ങൾക്ക് മുമ്പ് ചേക്കേറുകയുണ്ടായി. ഗൾഫ് നാടുകളിൽ ജോലി ചെയ്തിരുന്ന ഭർത്താവും പിന്നാലെ അവിടുത്തെ ജോലി ഉപേക്ഷിച്ച് ഈ രാജ്യത്തേക്ക് മാറിപ്പോവുകയുണ്ടായി. ഏകദേശം 25 ലക്ഷത്തോളം രൂപ മുടക്കിയാണ് ഇവർ അവിടെ ഒരു ജോലി സമ്പാദിച്ച് അങ്ങോട്ട് താമസം മാറ്റിയത്. ഒരു സാധാരണ കുടുംബത്തിൽപ്പെട്ട കുടുംബമാണ്, വ്യക്തികളാണ്. എങ്കിലും കുട്ടികളുടെ തുടർ വിദ്യാഭ്യാസത്തെയും ഭാവിയെയും ഒക്കെ പ്രതിയാണ് വിദേശ രാജ്യത്തേക്ക് മാറ്റം ഉണ്ടാക്കി പോയത്. 1 വർഷത്തിന് ശേഷം ഈ വനിതയെ ഞാൻ കാണുകയുണ്ടായി. എനിക്ക് ആകാംക്ഷയായി. ഞാൻ ചോദിച്ചു, ഇത്ര പെട്ടെന്ന് ലീവ് ശരിയായോ? അവധിക്ക് വന്നതായിരിക്കുമല്ലേ എന്ന് ചോദിച്ചപ്പോൾ ഈ അമ്മ എന്നോട് പറയുകയാണ്, എൻ്റെ 2 പെൺമക്കളുടെ ഭാവിയെ മുൻനിർത്തിയാണ് ഞാൻ ഈ വിദേശ രാജ്യത്തേക്ക് ചേക്കേറിയത്. എന്നാൽ 10-ാം ക്ലാസ്സിലും 8-ാം ക്ലാസ്സിലും പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ പെൺകുട്ടികളെ അവിടുത്തെ നല്ല ഒരു സ്കൂളിൽ ആക്കിയതിന് ശേഷം ഒരു ദിവസം ഉച്ച സമയത്തെ ആ സ്കൂളിലേക്ക് കടന്നു ചെന്നപ്പോൾ കാണുന്ന കാഴ്ച, സ്കൂളിൻ്റെ സ്റ്റോറിൽ ഗർഭനിരോധന ഗുളികകൾ, ഗർഭനിരോധന ഉറകൾ തുടങ്ങിയവയെല്ലാം അമ്മയുടെ ഭാഷയിൽ പറഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ സ്റ്റോറിൽ മിഠായി വെച്ചിരിക്കുന്നത് പോലെ വച്ചിരിക്കുന്നു. സ്കൂളിൻ്റെ വരാന്തകളിൽ ഒരമ്മ എന്ന നിലയ്ക്ക് ഒരിക്കലും കാണാൻ പറ്റാത്ത ചില രംഗങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുകയും ചെയ്തു. 25 ലക്ഷം രൂപയേക്കാൾ വലുതാണല്ലോ എൻ്റെ കുട്ടികൾ. 2 പേരും പഠിച്ചിരുന്ന സ്കൂളുകളിലേക്ക് ഫോൺ ചെയ്ത് ചോദിച്ചു, തിരിച്ചു വന്നാൽ അതേ ക്ലാസ്സിൽ അഡ്മിഷൻ ലഭിക്കുമോ എന്നത്. സമർത്ഥരായ വിദ്യാർത്ഥിനികളായിരുന്നതിനാൽ 2 സ്കൂളുകാരും പറഞ്ഞു, ഒരു കുഴപ്പവുമില്ല, ഞങ്ങൾ അവിടെ തുടർന്ന് പഠിക്കാനായിട്ട് അനുവദിച്ചു കൊള്ളാം.
ഭർത്താവ് ഗൾഫിൽ ജോലി ചെയ്ത സ്ഥാപനത്തിലേക്ക് വീണ്ടും ജോലിക്ക് അപേക്ഷിച്ചു. അവരും അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുകയുണ്ടായി. ഞാൻ പറഞ്ഞ വനിത കേരളത്തിലെ ഒരു പ്രമുഖ കോളേജിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ആളാണ്. അവിടെ തന്നെ അവർക്കും ജോലി ശരിയായി. ഞങ്ങൾ കുടുംബത്തോടെ ആ രാജ്യത്ത് നിന്ന് തിരിച്ചു പോന്നു. പ്രിയപ്പെട്ടവരെ, ഞാൻ ചിന്തിക്കുകയായിരുന്നു, എത്ര പേർക്ക് ഇങ്ങനെ ധൈര്യമായി കുട്ടികളുടെ ഭാവിക്ക് വേണ്ടി പല സുഖ സൗകര്യങ്ങളും ഉപേക്ഷിക്കാനായി സാധിക്കും. വീണ്ടും ഒരു കുടുംബത്തിൻ്റെ നേർചിത്രം കൂടെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. 2 മാസങ്ങൾക്ക് മുമ്പ് ലഭിച്ച ഒരു ഫോൺ കോളാണ്. ഏറെ പ്രതീക്ഷകളോടെ 2 വർഷങ്ങൾക്ക് മുമ്പ് പഠന ആവശ്യത്തിനായി തങ്ങൾക്കുണ്ടായിരുന്ന സമ്പാദ്യമെല്ലാം ചെലവഴിച്ച് മൂത്ത മകളെ കാനഡയിൽ ഒരു കോഴ്സ് ചെയ്യാനായിട്ട് വിട്ടു. രണ്ടാമത്തെ മകളെ +2 പഠനത്തിന് ശേഷം മറ്റൊരു കോഴ്സിനായിട്ട് UK-യിലും പഠന ആവശ്യത്തിനായിട്ട് അയക്കുകയുണ്ടായി. അമ്മ ഫോണിൻ്റെ മറുതലയ്ക്കൽ കരഞ്ഞുകൊണ്ട് പറയുകയാണ്, കാനഡയിലേക്ക് അയച്ച മകൾ വേറൊരു പെൺകുട്ടിയെ വിവാഹം കഴിച്ച് അവിടെ ആഡംബരപൂർവം ജീവിക്കുകയാണ്. മകൾ നഷ്ടപ്പെട്ടു. ഇനി ഇളയ മകളിലാണ് പ്രതീക്ഷ. ആ കാര്യം എന്താകുമെന്ന് അറിഞ്ഞുകൂടാതാനും. ഒരുവിധം നല്ല വിശ്വാസത്തിലൊക്കെ ജീവിച്ചിരുന്ന ഒരു കുടുംബമാണ്. മൂത്ത മകളെ ഏറെ പ്രതീക്ഷകളോടെ അന്യനാട്ടിലേക്ക് അയച്ചു. ഇപ്പോൾ മകൾ നഷ്ടപ്പെട്ട അവസ്ഥയിലാണ്. അവിടെയെല്ലാം ഇത് നിയമപരമായി അംഗീകരിക്കപ്പെട്ടതിനാൽ ഒന്നും സ്വാഭാവികമല്ലാത്തതായി മകൾക്ക് തോന്നുന്നില്ല. മാതാപിതാക്കളുടെ ഏങ്ങലടി മകളുടെ മനസ്സിൽ തെല്ലും പോലും സ്വാധീനം ചെലുത്തുന്നുമില്ല. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ വചനം നമ്മോട് സംസാരിക്കുന്നത് പോലെ ദൈവഭക്തരായ സന്താനങ്ങളെ അല്ലാതെ മറ്റെന്താണ് ദൈവം ആഗ്രഹിക്കുന്നത്? മാതാപിതാക്കളായ നാം, പ്രത്യേകിച്ചും ഒരു കുടുംബത്തിലെ അമ്മയായ സ്ത്രീകൾ, കുഞ്ഞുങ്ങളുടെ ദൈവഭക്തി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ കോംപ്രമൈസ് ചെയ്യാൻ പാടില്ല എന്നാണ് ഈ സംഭവങ്ങൾ നമ്മെ കാണിക്കുന്നത്. അടുത്തിടെ എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരു മാഡം സംസാരിക്കുകയുണ്ടായി. രണ്ടാമത്തെ മകനെ കേരളത്തിലെ ഒരു പ്രമുഖ എഞ്ചിനീയറിംഗ് കോളേജിൽ ഓപ്ഷൻ വഴി അഡ്മിഷൻ ലഭിച്ചു. പക്ഷെ അതിനു മുമ്പുള്ള എൻ്റെ പ്രാർത്ഥന മുഴുവൻ പ്രാർത്ഥനാ സൗകര്യമുള്ള ഒരു സ്ഥാപനത്തിൽ കുട്ടിക്ക് അഡ്മിഷൻ കിട്ടണമേ എന്നായിരുന്നു. തൃശ്ശൂർ ജില്ലയിലെ ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ മകനെ കൊണ്ടാക്കി തിരിച്ചു വന്ന അമ്മ പറയുകയാണ്, എൻ്റെ പ്രാർത്ഥന ദൈവം തീർച്ചയായും ചെവിക്കൊണ്ടിട്ടുണ്ട്. ദിവസവും 6:15 ക്യാമ്പസിൻ്റെ ഉള്ളിൽ തന്നെയുള്ള ചാപ്പലിൽ വിശുദ്ധ കുർബാനയുണ്ട്. വൈകുന്നേരം 6:30 മണിക്ക് അതേ ചാപ്പലിൽ ജപമാലയും തുടർന്നുള്ള പ്രാർത്ഥനകളും ഉണ്ട് താനും. പ്രിയപ്പെട്ടവരെ, നാം എന്തിനാണ് വില കൊടുക്കുന്നത്? പല അമ്മമാരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, വേറൊരു നാട്ടിലല്ലേ, പ്രാർത്ഥനയൊക്കെ കുഴപ്പമില്ലാതെ പോകുന്നു, അത്യാവശ്യമൊക്കെ സമയം കിട്ടുമ്പോൾ അവർ പ്രാർത്ഥിക്കാറുണ്ട്. പ്രിയപ്പെട്ടവരെ, പോരാ. നാം എപ്പോഴും ചിന്തിക്കാറില്ലേ, 4 മണിക്കൊരു ട്യൂഷൻ ഉണ്ടെങ്കിൽ 3 മണിയാകുമ്പം തുടങ്ങി ഇവരെ ഓർമ്മിപ്പിച്ച് ഒരുക്കി ഭക്ഷണം കൊടുത്ത് നാം വിടാറില്ലേ? എൻട്രൻസ് കോച്ചിങ് ഒക്കെ ചെയ്യുന്ന സമയത്ത് രാത്രി പഠനത്തിന് മുഴുവൻ കൂടെ ഇരിക്കാറില്ലേ? അതിരാവിലെ അവരെ ഉണർത്തി നിർബന്ധിച്ച് പഠിപ്പിക്കാറില്ലേ? ഈയിടെ ഒരു ധ്യാനത്തിൽ പങ്കെടുത്തപ്പോൾ ധ്യാനഗുരു പറഞ്ഞ വാക്കുകൾ എന്നെ ഏറെ സ്വാധീനിച്ചു. അദ്ദേഹം പറഞ്ഞു, ഇത്തരം ലോകത്തിൻ്റെതായിട്ടുള്ള കാര്യങ്ങളിൽ നിർബന്ധപൂർവം പ്രവർത്തിക്കുന്ന അമ്മമാരായ നിങ്ങൾ എന്തുകൊണ്ടാണ് ആത്മീയ കാര്യത്തിൽ അത്രയും നിർബന്ധം ചെലുത്താത്തത്?
ലോകത്തിൻ്റെ നേട്ടങ്ങളെക്കാൾ എത്രയോ വലിയ നേട്ടമാണ് ആത്മാവ് എന്നതിനാൽ ആ കാര്യത്തിൽ നാം എത്രയേറെ നിഷ്കർഷത പുലർത്തേണ്ടതുണ്ട് എന്ന അദ്ദേഹത്തിൻ്റെ ചോദ്യത്തിന് ഏറെ ചിന്താഗതികൾ എന്നിൽ ഉളവാക്കാൻ സാധിച്ചു എന്നതാണ് സത്യം. നമുക്ക്, പ്രത്യേകിച്ച് അമ്മമാരായ നമുക്ക്, മക്കളെ ദൈവഭക്തരായി വളർത്തുന്നതിൽ പ്രമുഖ സ്ഥാനവും പ്രഥമ സ്ഥാനവും കൊടുക്കാൻ സാധിക്കണം. ആ കാര്യത്തിൽ കോംപ്രമൈസ് പാടില്ല എന്ന് വചനം അനുശാസിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട ഏതാനും വചനങ്ങളിലേക്ക് നമുക്കൊന്ന് കടന്നു ചെല്ലാം. ആദ്യമായി 2 മക്കബായരുടെ പുസ്തകം 7-ാമത്തെ അധ്യായമാണ്. ഇവിടെ ഏറെ ധീരോചിതമായ നിലപാടുകൾ എടുത്ത ഒരമ്മയും അമ്മയുടെ 7 മക്കളും നമുക്കേറെ പരിചിതമായ ഒരു പാസേജാണ്. പന്നിമാംസം ഭക്ഷിക്കാനായി രാജാവ് നിർബന്ധിച്ചപ്പോൾ ഒരമ്മ തൻ്റെ 7 മക്കളെ രക്തസാക്ഷികളാക്കി മാറ്റി അവസാനം വീരചരമം പ്രാപിച്ച ആ സംഭവം വായിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ജീവിത രീതിയുമായി അതിനെ ഒന്ന് തട്ടിച്ചു നോക്കാം. നമുക്കാർക്കും രക്തസാക്ഷിയൊന്നും ആകേണ്ടതായി വന്നിട്ടില്ലല്ലോ. വിശ്വാസത്തിൽ മക്കൾ ആഴപ്പെടുന്നതിൽ എന്തുമാത്രം നിഷ്ഠ പാലിക്കുന്നവരാണ് അമ്മമാരായ നാം ഓരോരുത്തരും എന്ന് നമുക്കൊന്ന് നോക്കാം. 2 മക്കബായരുടെ പുസ്തകം 7-ാമത്തെ അധ്യായത്തിൽ 21-ാം വചനം ഇങ്ങനെ പറയുന്നു: പിതാക്കന്മാരുടെ ഭാഷയിൽ അവൾ അവരോരോരുത്തരെയും ധൈര്യപ്പെടുത്തി. ശ്രേഷ്ഠമായ വിശ്വാസദാർഢ്യത്തോടെ സ്ത്രീ സഹജമായ വിവേചന ശക്തിയെ പുരുഷോചിതമായ ധീരത കൊണ്ട് ബലപ്പെടുത്തി. മക്കളെ ധൈര്യത്തോടെ മരണം പ്രാപിക്കുക എന്ന് പറയുന്ന ഒരു അമ്മയെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. വീണ്ടും 22-ാം വചനം ഇങ്ങനെ പറയുന്നു: ആ മാതാവ് പറഞ്ഞു, നിങ്ങൾ എങ്ങനെ എൻ്റെ ഉദരത്തിൽ രൂപം കൊണ്ടുവന്ന് എനിക്കറിവില്ല. നിങ്ങൾക്ക് ജീവനും ശ്വാസവും നൽകിയതും നിങ്ങളുടെ അവയവങ്ങൾ വാർത്തെടുത്തതും ഞാനല്ല. എൻ്റെ കുഞ്ഞ്, എൻ്റെ മക്കൾ എന്ന് പറഞ്ഞ് ഇന്ന് ഉടമസ്ഥാവകാശം ഏറ്റെടുക്കുന്ന അമ്മമാർക്ക് എത്രയോ വലിയ മാതൃകയാണ് ഈ അമ്മ പകർന്നു നൽകുന്നത്. എനിക്ക് സ്ഥാനമില്ല, നിങ്ങൾ ദൈവത്തിൻ്റെ ആണ്, അതുകൊണ്ട് ദൈവം പറയുന്നത് വേണം നിങ്ങൾ ചെയ്യാൻ എന്ന് ഈ അമ്മ എത്ര ഭംഗിയായിട്ടാണ് പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. വീണ്ടും ആ അമ്മ പറയുന്നു: മനുഷ്യനെ ഉരുവാക്കുകയും എല്ലാറ്റിൻ്റെയും ആരംഭം ഒരുക്കുകയും ചെയ്ത ലോക സൃഷ്ടാവ് തൻ്റെ നിയമത്തെ പ്രതി നിങ്ങളെ തന്നെ വിസ്മരിക്കുന്നതിനാൽ കരുണാപൂർവം നിങ്ങൾക്ക് ജീവനും ശ്വാസവും വീണ്ടും നൽകും. പുനരുത്ഥാനത്തെക്കുറിച്ചാണ് ഈ അമ്മ മക്കൾക്ക് പ്രത്യാശ പകർന്നു കൊടുക്കുന്നത്. നമ്മളുടെ ചിന്താഗതികൾ എങ്ങനെ പോകുന്നു? ധീരവനിതയായ ഈ അമ്മയുടെ ചിന്തകൾ എങ്ങനെ പോകുന്നു എന്ന് നമ്മൾക്ക് എന്തുകൊണ്ടും ചിന്തിക്കാവുന്നതാണ്. ലോകത്തിൻ്റെ മോഹങ്ങളിൽപ്പെട്ട് അതിൻ്റെ നേട്ടങ്ങളെല്ലാം കൈവരിക്കാനായി മക്കളെ നിർബന്ധിക്കുമ്പോൾ നിത്യജീവൻ ലക്ഷ്യമാക്കാൻ കുഞ്ഞുങ്ങളെ നാം നിർബന്ധിക്കാറുണ്ടോ? മറ്റൊരു വചനത്തിലേക്ക് നമുക്കൊന്ന് കടന്നു ചെല്ലാം. തോബിത്തിന്റെ പുസ്തകം 5-ാമത്തെ അധ്യായം 17 മുതൽ 19 വരെയുള്ള വചനങ്ങളാണ് വീണ്ടും നമ്മുടെ ചിന്തയ്ക്ക് വിഷയീഭവിക്കുന്നത്. ഇവിടെ തോബിയാസിനെ ദൂരെ ഒരു സ്ഥലത്തേക്ക് പണം സംഭരിച്ച് തിരിച്ചു വരാനായി യാത്രയാക്കുന്ന സമയം തോബിയാസിന്റെ അമ്മ ഹന്ന കരഞ്ഞുകൊണ്ട് തോബിത്തിനോട് ഇങ്ങനെ പറഞ്ഞു. 17-ാമത്തെ വചനം: എന്നാൽ അവന്റെ അമ്മ അന്ന കരഞ്ഞുകൊണ്ട് തോബിത്തിനോട് പറഞ്ഞു, നമ്മുടെ കുഞ്ഞിനെ എന്തിനാണ്
ഇങ്ങനെ ദൂരേക്ക് അയക്കുന്നത്? നമുക്ക് അവൻ താങ്ങായിരുന്നില്ലേ? പണമല്ല പ്രധാനം, അത് നമ്മുടെ മകനേക്കാൾ വിലപ്പെട്ടതുമല്ല. ഏറെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ഒരമ്മയുടെ ഏറെ ഉൾക്കാഴ്ച തരുന്ന ഒരു വചനമാണ് നാം ഇപ്പോൾ കേട്ടത്. നമ്മുടെ ചിന്തയ്ക്ക് ധ്യാനമായി ഭവിക്കേണ്ട ഈ വചനം പണം ആർജിക്കാനും സമ്പത്ത് സമ്പാദിക്കാനുമായി മറ്റുള്ളവർ ചെയ്യുന്നത് പോലെ മക്കളെ ദൈവത്തോട് ആലോചന ചോദിക്കാതെ വിദേശ രാജ്യങ്ങളിലേക്കെല്ലാം വിടുമ്പോൾ നമ്മുടെ തീരുമാനം ദൈവേഷ്ടപ്രകാരം ഉള്ളതായിരുന്നോ എന്ന് കൂടെ രണ്ടാമതൊന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. മറ്റൊരു വചനത്തിലേക്ക് നാം കടക്കുകയാണ്. 1 സാമുവേൽ 1-ാം അധ്യായം 26 മുതൽ 28 വരെ വചനങ്ങൾ. നമുക്കേവർക്കും സുപരിചിതമായ ഒരു അധ്യായമാണിത്. ഹന്നയ്ക്ക് സാമുവേലിനെ ലഭിച്ച കാര്യമാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ആത്മാർത്ഥമായ ഹൃദയം നൊന്തുള്ള ഹൃദയത്തിന്റെ അവലാദികൾ കർത്തൃസന്നിധിയിൽ ചൊരിഞ്ഞുകൊണ്ടുള്ള ഒരു പ്രാർത്ഥനയ്ക്ക് തീർച്ചയായും ദൈവം ഉത്തരം കൊടുത്തു. ഹന്ന പ്രാർത്ഥിച്ചപ്പോൾ പറഞ്ഞിരുന്നതാണ്, എനിക്കൊരു മകനെ തന്നാൽ ആ മകനെ ദൈവസന്നിധിയിൽ ഞാൻ പ്രതിഷ്ഠിക്കാം എന്നത്. അതുപോലെ തന്നെ കുഞ്ഞിനെയും കൊണ്ട് നന്ദി പറഞ്ഞുകൊണ്ട് അതേ ഹേലി പുരോഹിതന്റെ അടുക്കിലേക്ക് ഹന്ന കടന്നു ചെല്ലുകയാണ്. 26 മുതൽ 28 വരെയുള്ള വചനങ്ങൾ ഇങ്ങനെ പറയുന്നു. അവൾ പറഞ്ഞു, ഗുരു, ഇവിടെ അങ്ങയുടെ മുമ്പിൽ നിന്ന് കർത്താവിനോട് പ്രാർത്ഥിച്ച സ്ത്രീ തന്നെയാണ് ഞാൻ. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ പ്രാർത്ഥനയ്ക്ക് ഹന്ന ഉത്തരം കൊടുക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. 27-ാം വചനം, ഈ കുഞ്ഞിന് വേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിച്ചത്, എൻ്റെ പ്രാർത്ഥന കർത്താവ് കേട്ടു. എത്ര ഉദാത്തമായ പ്രാർത്ഥനയാണ് ഹന്നയുടെ ഉള്ളിൽ നിന്ന് ഉതിരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. 28-ാം വചനം ഇങ്ങനെ പറയുന്നു, ആകയാൽ ഞാൻ അവനെ കർത്താവിന് സമർപ്പിച്ചിരിക്കുന്നു, ആജീവനാന്തം അവൻ കർത്താവിനുള്ളവനായിരിക്കും. അവർ കർത്താവിനെ ആരാധിച്ചു. പ്രിയപ്പെട്ടവരെ, വീണ്ടും നമുക്ക് അനുകരിക്കാവുന്ന ഒരു മാതൃകയാണ് ഹന്ന കാണിച്ചു തന്നിരിക്കുന്നത്. കർത്താവിനോട് ഏറെ പ്രാർത്ഥിച്ച് ലഭിച്ച മക്കളെ പിന്നെ നമ്മുടെ ഇഷ്ടത്തിനല്ല വളർത്തേണ്ടത്, കർത്താവിൻ്റെ ഇഷ്ടത്തിന് ഒപ്പിച്ച് തന്നെ വളർത്തണം എന്ന് ഹന്ന ഈ ഒരു ചെറിയ സംഭവത്തിലൂടെ നമുക്ക് കാണിച്ചു തന്നിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, മക്കളെ ദൈവത്തിന് സമർപ്പിക്കാനും ആജീവനാന്തം അവർ ദൈവത്തിൻ്റെതാണെന്ന് ഉറപ്പാക്കാനും നിർബന്ധ ബുദ്ധിയ നാം ശ്രമിക്കേണ്ടത് തന്നെയാണ്. മാനുഷികമായി ഇത് സാധിച്ചില്ലെങ്കിൽ കൂടെ വഴിതെറ്റിപ്പോകുന്ന കുഞ്ഞുങ്ങളെ കുറിച്ച് ഓർത്ത് ഏറെ ആകുലപ്പെട്ടിരിക്കുന്ന ഒരുപാട് അമ്മമാർ ഇത് ശ്രവിക്കുന്നുണ്ടാവും എന്നെനിക്കറിയാം. എന്നാൽ നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ദൈവം തീർച്ചയായും ഉത്തരം തരാതിരിക്കില്ല. എപ്പോഴാണ്, എങ്ങനെയാണ് എന്നത് ദൈവത്തിൻ്റെ മാത്രം ചിന്തകളിലും പ്രവൃത്തികളിലും പെടുന്ന കാര്യമാകിയാൽ നമ്മുടെ പ്രാർത്ഥനയിൽ മടുപ്പ് തോന്നാതെ നമുക്കത് തുടർന്നുകൊണ്ടേയിരിക്കാം. നല്ല വെയിലുള്ളപ്പോൾ ജലം നീരാവിയായി ഉയർന്ന് ഒരു മേഘമായി നിൽക്കുന്നത് പോലെ തക്ക സമയത്ത് അത് മഴയായി പെയ്തിറങ്ങുന്നത് പോലെ തന്നെയാണ് ഏറെ ഹൃദയം നൊന്ത് പ്രാർത്ഥിക്കുന്ന ഓരോ അമ്മയുടെയും പ്രാർത്ഥന. അതൊരിക്കലും നഷ്ടമാവുകയില്ല. അത് ബാങ്കിൽ പൈസ കൂട്ടിയിടുന്നത് പോലെ നമ്മുടെ അക്കൗണ്ടിൽ കിടക്കും. തക്ക സമയത്ത് മഴ പെയ്യുന്നത് പോലെ അനുഗ്രഹം ലഭിക്കുക തന്നെ ചെയ്യും. പക്ഷെ ആ സമയം ആർക്കും അറിയില്ല എന്നതാണ് സത്യം. ഇനിയും നമുക്ക് മറ്റൊരു വചനത്തിലേക്ക് കടക്കാം. മാതാപിതാക്കൾ എന്ന നിലയിൽ 1 തിമോത്തി 3-ാം അധ്യായം 4-ാം വചനം ഇങ്ങനെ പറയുന്നു, തൻ്റെ കുടുംബത്തെ ശരിയായി നിയന്ത്രിക്കുന്നവനും സന്താനങ്ങളെ അനുസരണത്തിലും വിനയത്തിലും വളർത്തുന്നവനുമായിരിക്കണം ഒരു യഥാർത്ഥ മാതാവും പിതാവും.
കുഞ്ഞുങ്ങളെ വളർത്തുന്ന കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ലാതെ ഉള്ള പ്രാർത്ഥനയും ദൈവിക അനുഭവങ്ങളിലൂടെയുള്ള അവരുടെ കൈ പിടിച്ച് നടത്തലും തീർച്ചയായും അവരെ മുന്നോട്ട് നയിക്കുക തന്നെ ചെയ്യും. സുഭാഷിതങ്ങളുടെ പുസ്തകം 22-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്, ശൈശവത്തിൽ തന്നെ നടക്കേണ്ട വഴി അഭ്യസിപ്പിക്കുക, വാർദ്ധക്യത്തിലും അവർ അതിൽ നിന്ന് വ്യതിചലിക്കുകയില്ല. പ്രിയപ്പെട്ടവരെ, മക്കളുടെ കാര്യത്തിൽ ഏറെ വിഷമിക്കുന്ന മാതാപിതാക്കളുടെ മനസ്സിലെ ഏറ്റവും വലിയ ദുഃഖമാണ് ചില മക്കളുടെ പ്രവൃത്തികളെല്ലാം എന്നത് ദിവസേന അനുഭവിച്ചറിയുന്ന വ്യക്തിയാണ് ഞാൻ. ഏറെ ഫോൺ കോളുകൾ എനിക്ക് ലഭിക്കുന്നത് മക്കളുടെ വഴിവിട്ടുള്ള ജീവിതത്തെക്കുറിച്ചുള്ള മാതാപിതാക്കളുടെ ആവലാതിയും ഉത്കണ്ഠയും തന്നെയാണ്. അവരോടൊക്കെ പറഞ്ഞു കൊടുക്കുന്ന കാര്യമുണ്ട്, നമുക്ക് സംഭവിച്ച വീഴ്ചകളിൽ കർത്താവിനോട് അത് ഏറ്റുപറയാം, പ്രാർത്ഥനാ വലയത്തിൽ കുഞ്ഞുങ്ങളെ ആക്കാം. ദൈവം തീർച്ചയായും പ്രാർത്ഥന ശ്രവിക്കാതിരിക്കുകയില്ല. വീണ്ടും അങ്ങനെയുള്ള മാതാപിതാക്കൾക്ക് പ്രയോജനപ്പെടുന്ന ഒരു വചനമാണ് ഏശയ്യായുടെ പുസ്തകം 54-ാം അധ്യായം 13-ാം തിരുവചനം. കർത്താവ് നിന്റെ പുത്രരെ പഠിപ്പിക്കും, അവർ ശ്രേയസ്സാർജിക്കും. ഒരു കോഴ്സ് തിരഞ്ഞെടുക്കുമ്പോഴോ ഒരു ജോലി തിരഞ്ഞെടുക്കുമ്പോഴോ ഉപരിപഠനത്തിനായി മക്കളെ അയക്കുമ്പോഴോ അവർ വിശ്വാസത്തിൽ വളരാൻ പറ്റിയ ഒരു സാഹചര്യം അതായിരിക്കണം നമ്മുടെ ഫസ്റ്റ് പ്രിഫറൻസ്. വിശുദ്ധ കുർബാനയ്ക്ക് പോകാൻ സാധിക്കുമോ? ജപമാല മുടക്കാതെ ചെയ്യാൻ സാധിക്കുമോ? ഇങ്ങനെ ഉള്ള ഒരു സാഹചര്യങ്ങളും കൂടെ ഒരു കോഴ്സിനെ പറ്റി അന്വേഷിക്കുമ്പോഴും ഒരു സ്ഥാപനത്തെ പറ്റി തീരുമാനമെടുക്കുമ്പോഴും മാതാപിതാക്കൾ എന്ന നിലയിൽ നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. മറ്റൊരു വചനം നമുക്കെല്ലാവർക്കും അറിയാം. മക്കളെ വിവാഹം കഴിച്ചയക്കുമ്പോഴും എല്ലാം തീരുമാനം എടുക്കേണ്ടി വരുമ്പോൾ കർത്താവിനോട് പ്രാർത്ഥിച്ച് ഏറെ ദിവ്യകാരുണ്യ സന്നിധിയിൽ ചെലവഴിക്കുന്ന ഒരമ്മയ്ക്ക് ഏറ്റുപറയാവുന്ന വചനമാണ് സങ്കീർത്തനങ്ങൾ 25:12. കർത്താവിനെ ഭയപ്പെടുന്നവനാരോ? അവൻ തിരഞ്ഞെടുക്കേണ്ട വഴി അവിടുന്ന് കാണിച്ചു കൊടുക്കും, അവർ സർവ ഐശ്വര്യത്തിൽ കഴിയും. വചന അധിഷ്ഠിതമായി മക്കളെ വളർത്തിയാൽ തീർച്ചയായും അതിൽ അടിയുറച്ച് മുന്നോട്ട് വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇത് ശ്രവിച്ചുകൊണ്ടിരിക്കുന്നതിൽ ചിലരെങ്കിലും മക്കളുടെ ശരിയല്ലാത്ത ജീവിത രീതിയാൽ വിഷമിക്കുന്നവരുണ്ടാകും. കർത്താവിനോട് പ്രാർത്ഥിക്കുക. വീണാലും കർത്താവ് അവരുടെ കയ്യിൽ പിടിച്ചിട്ടുണ്ട്. കർത്താവിൻ്റെ ഒരു കണ്ണ് അവരുടെ മേലുണ്ട്. തക്ക സമയത്ത് അവിടുന്ന് അവരെ രക്ഷിക്കുക തന്നെ ചെയ്യും. മക്കബാരുടെ പുസ്തകത്തിലെ അമ്മ പറഞ്ഞതുപോലെ, ഈ കുട്ടിയുടെ ഉടമ ഞാനല്ല, കർത്താവെ നിനക്കാണ് അറിയാവുന്നത്, നിന്നെ ഞാൻ പൂർണ്ണമായും ഈ കുഞ്ഞിനെ ഭരമേൽപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ തീർച്ചയായും കർത്താവ് അത് ചെയ്യുക തന്നെ ചെയ്യും. പ്രിയപ്പെട്ടവരെ, എത്രയോ അനുഭവങ്ങൾ ബൈബിളിൽ നിന്ന് മക്കളുടെ വളർച്ചാ കാര്യത്തിൽ എങ്ങനെയാണ് ഒരമ്മ മുൻപോട്ട് പോകേണ്ടത് എന്ന് നാം കണ്ടു കഴിഞ്ഞു. അറിഞ്ഞോ അറിയാതെയും ഒക്കെ പല പോരായ്മകളും നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടാവാം. ആത്മാർത്ഥമായി കർത്താവിൻ്റെ സന്നിധിയിൽ അത് ഏറ്റുപറയുക. ഞാൻ പറയാറുള്ള പോലെ നമ്മൾ കാര്യസ്ഥകൾ മാത്രമാണ്. പൂർണ്ണമായ ഉടമസ്ഥാവകാശം കർത്താവിന് വിട്ടുകൊടുക്കുക. ഈ ഒരു തീരുമാനം എൻ്റെ കുഞ്ഞിന് ആത്മീയമായിട്ട് വളരാൻ സഹായിക്കുകയില്ലെങ്കിൽ തീർച്ചയായും ആ തീരുമാനത്തിൽ നിന്ന് നാം പിന്മാറുക തന്നെ വേണം. ലോകത്തിൻ്റെ നേട്ടങ്ങളിൽ ഉറ്റം കൊള്ളുമ്പോൾ ദൈവഭക്തി ഇല്ലാത്ത കുഞ്ഞുങ്ങൾ യാതൊന്നിനും നമുക്ക് പ്രയോജനപ്പെടുകയില്ല എന്ന് മനസ്സിലാക്കാൻ ഉപകരിക്കുന്ന ഈ വചന ശുശ്രൂഷയിലൂടെ
എല്ലാ കുടുംബങ്ങളും പ്രത്യേകിച്ച് അമ്മമാരും അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. നമുക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥനയിലേക്ക് കടക്കാം. ദൈവം ആഗ്രഹിക്കുന്ന രീതിയിലുള്ള അമ്മമാരായി മാറാനും മക്കളെ കർത്താവിന് സമർപ്പിച്ച് വളർത്താനും നമുക്ക് ഈ സമയം പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ ശക്തനായ യേശുവേ, ഈ സമയം ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, പുകഴ്ത്തുന്നു, മഹത്വപ്പെടുത്തുന്നു, നന്ദി പറയുന്നു. കർത്താവെ, എല്ലാ കുടുംബങ്ങളെയും അങ്ങയുടെ തൃപ്പാദത്തിലേക്ക് ഞങ്ങൾ ചേർത്ത് വയ്ക്കുന്നു. പ്രത്യേകിച്ച് എല്ലാ അമ്മമാരെയും അങ്ങേ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഈശോ, ഈ സമയം മക്കളെക്കുറിച്ച് ഓർത്ത് വേവലാതിപ്പെട്ടിരിക്കുന്ന എല്ലാ അമ്മമാരെയും കർത്താവെ, അവരങ്ങയുടെ വചനം അനുസരിച്ച് ജീവിക്കാത്തതുകൊണ്ട് വിഷമിക്കുന്ന എല്ലാ അമ്മമാരെയും അങ്ങേ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഈശോ, അവരുടെ കണ്ണുനീരും പ്രാർത്ഥനകളും അങ്ങ് ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ലോകത്തുള്ള എല്ലാ കുഞ്ഞുങ്ങൾക്കും വേണ്ടിയിട്ട് ഈശോയെ അങ്ങേ സന്നിധിയിൽ മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളില്ലാത്ത അമ്മമാരെ അങ്ങേ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. അങ്ങറിയാതെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കില്ല എന്ന് മനസ്സിലാക്കാനുള്ള കൃപയാൽ ഏത് ജീവിതാവസ്ഥയിൽപ്പെട്ട സ്ത്രീകളാണെങ്കിലും കർത്താവെ, അവരെ അങ്ങേ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. മക്കളെ ഓർത്ത് ഭാരപ്പെട്ടിരിക്കുന്ന എല്ലാ അമ്മമാരെയും എല്ലാ കുടുംബങ്ങളെയും കർത്താവെ അങ്ങേ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. കർത്താവെ, അങ്ങിൽ അടിയുറച്ച വിശ്വാസത്തില് ദൈവഭക്തിയുള്ള സന്താനങ്ങളെ രൂപപ്പെടുത്തിയെടുക്കാൻ വേണ്ട മഹത്തായ ദൗത്യം അങ്ങേ കരങ്ങളിൽ നേറ്റെടുത്ത് അത് നിർവഹിക്കുന്നതിനുള്ള കൃപയാൽ ഞങ്ങളെ എല്ലാവരെയും നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. രോഗാവസ്ഥയിലായിരിക്കുന്ന എല്ലാ അമ്മമാരെയും, ഒറ്റപ്പെടലിൻ്റെ വേദനയിലിരിക്കുന്ന എല്ലാ അമ്മമാരെയും, മക്കളിൽ നിന്ന് തിക്താനുഭവങ്ങളുണ്ടായി വിഷമിച്ചിരിക്കുന്നവരെയും, മക്കളെ ഓർത്ത് സന്തോഷിക്കുന്നവരെയും എല്ലാവരെയും അങ്ങേ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഈശോയെ, വളരെ പ്രത്യേകമായിട്ട് മക്കൾ നഷ്ടപ്പെട്ട അമ്മമാരെ അങ്ങേ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ആശ്വാസമായി കൂടെ ഉണ്ടാകണമേ. നല്ല ഒരു അമ്മയായി ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ മക്കളെ വളർത്താനുള്ള കൃപയാൽ ഇപ്പോൾ ഗർഭിണികളായിരിക്കുന്ന യുവതികളെയും കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ടിരിക്കുന്നവരെയും എല്ലാ അമ്മമാരെയും സമർത്ഥമായി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മേ മാതാവേ, ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾക്ക് വേണ്ടി ഈശോയോട് മധ്യസ്ഥം വഹിക്കണമേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, ആമേൻ. നമ്മുടെ നാഥൻ ഒലിവുമലയിൽ അന്ന് നൽകിയ മിഷൻ ദൂത് തലമുറ തലമുറ കൈമാറി കെടാതെ ഞങ്ങൾ ഘോഷിക്കും, കെടാതെ ഞങ്ങൾ